ഹലോ, നമസ്കാരം. നീമാസ് ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇതുവരെ PSC ചോദിച്ചിട്ടുള്ള കേരളം അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതിൽ കാലാവസ്ഥ, കൃഷി, ധാതുക്കൾ, ഗതാഗത സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളം നിലവിൽ വന്നത് 1956 നവംബർ 1. വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. ജനസംഖ്യ 3.34 കോടി. 2011 സെൻസസ് വെച്ചിട്ടാണ് നമ്മൾ ജനസംഖ്യ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ജനസാന്ദ്രത 859 പെർ ചതുരശ്ര കിലോമീറ്റർ. ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 859, അതാണ് ജനസാന്ദ്രത. സ്ത്രീ പുരുഷ അനുപാതം 1084/1000. സ്ത്രീ 1084 ബാർ, പുരുഷനാണ് 1000 വരുന്നത്. 1084/1000. സാക്ഷരതാ നിരക്ക് 94%. ആകെ ജില്ലകൾ 14. ഏറ്റവും വലിയ ജില്ല ഇടുക്കിയും ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയും. ആകെ നദികൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ആകെ നദികൾ 44. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ 41. കിഴക്കോട്ടൊഴുകുന്ന നദികൾ 3. കേരളത്തിലെ തീരദേശത്തിന്റെ നീളം 580 കിലോമീറ്റർ. ആകെ കായലുകൾ 34. തിരഞ്ഞെടുക്കപ്പെടുന്ന നിയമസഭാംഗങ്ങൾ 140. ലോകസഭാ മണ്ഡലങ്ങൾ 20. രാജ്യസഭാംഗങ്ങൾ 9. ഔദ്യോഗിക മൃഗം ആന. ആനയുടെ സയന്റിഫിക് നെയിമാണ് എലിഫാസ് മാക്സിമസ് ഇൻഡിക്കസ്. ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. ഔദ്യോഗിക മത്സ്യം കരിമീൻ. ഔദ്യോഗിക വൃക്ഷം തെങ്ങ്. ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. ഔദ്യോഗിക ഫലം ചക്ക. ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരി. ആകെ ഗ്രാമപഞ്ചായത്തുകൾ 941. ആകെ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ 6. ആകെ മുനിസിപ്പാലിറ്റികൾ 87. ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന കോർപ്പറേഷൻ കണ്ണൂർ. ആകെ ബ്ലോക്ക് പഞ്ചായത്തുകൾ 152. നീളം കൂടിയ നദി പെരിയാർ. ഏറ്റവും ജലസമൃദ്ധമായ നദി പെരിയാർ. ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. ഉയരം കൂടിയ കൊടുമുടി ആനമുടി 2695 മീറ്റർ ആണ്. ഏറ്റവും ഒടുവിൽ രൂപവൽക്കരിച്ച ജില്ല കാസർഗോഡാണ്. ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. ആദ്യത്തെ ഗവർണർ B രാമകൃഷ്ണ റാവു. ആദ്യത്തെ നിയമസഭാ സ്പീക്കർ ശങ്കരനാരായണൻ തമ്പി. ജനസംഖ്യ ഏറ്റവും കൂടിയ ജില്ല മലപ്പുറം. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല വയനാട്. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി. സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി. നമ്മൾ കുറച്ചു മുന്നേ സംസ്ഥാനത്തിന്റെ നോക്കിയിരുന്നു. ഇത് സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി. സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല കോട്ടയം. സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല വയനാട്. കരിമീനിനെ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമായി പ്രഖ്യാപിച്ച വർഷം 2010. കേരള സർക്കാർ കരിമീൻ വർഷമായി ആചരിച്ചത് 2010-11. കേരളത്തിന് പുറമെ മറ്റേത് സംസ്ഥാനത്തിന്റെ കൂടി സംസ്ഥാന പക്ഷിയാണ് വേഴാമ്പൽ? അരുണാചൽ പ്രദേശ്. ഇനി നമുക്ക് കാലാവസ്ഥ പഠിക്കാം. കാലാവസ്ഥയിൽ വർഷത്തിൽ ശരാശരി എത്ര ദിവസങ്ങൾ വരെ കേരളത്തിൽ മഴ ലഭിക്കുന്നു? 120 തൊട്ട് 140 ദിവസങ്ങൾ വരെ വർഷത്തിൽ ശരാശരി ദിവസങ്ങളിൽ നമുക്ക് മഴ ലഭിക്കുന്നു. കേരളത്തിലെ വാർഷിക വർഷപാതം എത്രയാണ്? ഏകദേശം 300 സെന്റിമീറ്റർ ആണ്. ഇന്ത്യയിൽ മൺസൂൺ മഴക്കാലം ആദ്യം തുടങ്ങുന്നത് ഏത് സംസ്ഥാനത്താണ്? കേരളം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ വ്യാപകമായി അറിയപ്പെടുന്ന പേരെന്ത്? വർഷകാലം അല്ലെങ്കിൽ ഇടവപ്പാതി. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ വ്യാപകമായി അറിയപ്പെടുന്ന പേരാണ് വർഷകാലം അല്ലെങ്കിൽ ഇടവപ്പാതി. AD 45-ൽ ഇന്ത്യയിലേക്കുള്ള മൺസൂൺ
AD 45 ഇന്ത്യയിലേക്കുള്ള മൺസൂൺ കാറ്റിന്റെ ഗതി കണ്ടുപിടിച്ച ഗ്രീക്ക് നാവികനാര്? ഹിപ്പാലസ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് കാലയളവിലാണ്? വർഷകാലത്ത്. വടക്കു കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് ഏത് പേരിൽ? തുലാവർഷം. വടക്കു കിഴക്കൻ മൺസൂണിന്റെ കാലയളവ് ഏത്? ഒക്ടോബർ മുതൽ ഡിസംബർ വരെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏത്? ജൂലൈ. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ഏത് മാസത്തിലാണ്? ജാനുവരിയിൽ. കേരളത്തിന്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെട്ടിരുന്നത്? ലക്കിടി, വയനാട്. കേരളത്തിൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന ചിന്നാർ ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിൽ. കനത്ത മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായതിനാൽ 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം കേരളത്തിലുണ്ടായത് വർഷമേത്? 1924. കേരളത്തിൽ ശീതകാലം ഏതാണ്? ജാനുവരി ഫെബ്രുവരി മാസങ്ങളാണ്. കേരളത്തിലെ വേനൽക്കാലം ഏതാണ്? മാർച്ച് മുതൽ മെയ് വരെ. ഇനി കേരളത്തിലെ ധാതുക്കളും വ്യവസായവും നോക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ല? കോഴിക്കോട്. കേരള വുഡ് ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനം? നിലമ്പൂർ. മലപ്പുറം ജില്ലയിൽ എവിടെയാണ് സ്വർണ്ണ നിക്ഷേപ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്? നിലമ്പൂർ. ഏതു വ്യവസായത്തിനാണ് ഫറൂഖ് പ്രസിദ്ധം? ഓട് വ്യവസായം. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് പാലക്കാട് ജില്ലയിൽ എവിടെയാണ്? കഞ്ചിക്കോട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട രണ്ടാമത്തെ ജില്ല? പാലക്കാട്. മലബാർ സിമന്റ്സ് എവിടെയാണ്? വാളയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകളുള്ള ജില്ല? എറണാകുളം. കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആസ്ഥാനം? എറണാകുളം. വ്യവസായവൽക്കരണത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ 1-ാം സ്ഥാനമുള്ള ജില്ല? എറണാകുളം. കയർ ബോർഡിന്റെ ആസ്ഥാനമായ കയർ ഹൗസ് എവിടെയാണ്? കൊച്ചി. കേരളത്തിലെ ആദ്യത്തെ രാസവള നിർമ്മാണശാല? FACT. സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനമായ സുഗന്ധഭവൻ എവിടെയാണ്? കൊച്ചി. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക്? ഐരാപുരം. കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിച്ച വ്യവസായ സംരംഭം? കണ്ണൻദേവൻ കമ്പനി. ട്രാവൻകൂർ സിമന്റ്സിന്റെ ആസ്ഥാനം? നാട്ടകം. ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷന്റെ ആസ്ഥാനം? വെള്ളൂർ. ഏത് വ്യവസായത്തിന് പ്രസിദ്ധമാണ് കൊല്ലം? കശുവണ്ടി. കേരള സെറാമിക്സ് ലിമിറ്റഡ് എവിടെയാണ്? കുണ്ടറ. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എവിടെയാണ്? ചവറ. ഇന്ത്യൻ റെയർ എർത്ത് എവിടെയാണ്? ചവറ. സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം? കാഷ്യൂ ഹൗസ് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ മുണ്ടയ്ക്കൽ. കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ? പുനലൂരാണ്. കേരളത്തിലെ ആദ്യത്തെ റബ്ബർ അധിഷ്ഠിത വ്യവസായ സ്ഥാപനം? ട്രാവൻകൂർ റബ്ബർ വർക്ക്സ്. ബോക്സൈറ്റ് നിക്ഷേപം കൂടുതലുള്ള കാസർഗോഡ് ജില്ലയിലെ സ്ഥലം? നീലേശ്വരം. ഇനി നമുക്ക് ഊർജ സ്രോതസ്സുകൾ നോക്കാം. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി കേരളത്തിൽ എവിടെയാണ് ആദ്യമായി സ്ഥാപിച്ചത്? കഞ്ചിക്കോട്. കേരളത്തിൽ സമ്പൂർണമായി വൈദ്യുതീകരിക്കപ്പെട്ട ആദ്യത്തെ വില്ലേജ്? കണ്ണാടി. സമ്പൂർണമായി വൈദ്യുതീകരിക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ ജില്ല ഇന്ത്യയിലെയും പാലക്കാടാണ്. പാലക്കാട് ജില്ല. ജനകീയ പങ്കാളിത്തത്തോടെ കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ മിനി ജലവൈദ്യുതി പദ്ധതി? മീൻവല്ലം പദ്ധതി തൂതപ്പുഴയിലാണ്. കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുതി പദ്ധതി? മീൻവല്ലം. വൈദ്യുതി വിതരണം KSEBയുടെ ചുമതലയിലല്ലാത്ത കേരളത്തിലെ ഏക കോർപ്പറേഷൻ? തൃശൂർ. ഷോളയാർ അണക്കെട്ട് ഏത് നദിയിലാണ്? ചാലക്കുടി പുഴ. സമ്പൂർണമായി വൈദ്യുതീകരിക്കപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ ജില്ല? തൃശൂർ. സമ്പൂർണ്ണ വൈദ്യുതീകരണം സാധ്യമാക്കിയ കേരളത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലം? ഇരിങ്ങാലക്കുട. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയം? ബ്രഹ്മപുരം. ഇടമലയാർ പദ്ധതി ഏതു ജില്ലയിലാണ്? എറണാകുളം. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ എയർപോർട്ട്? നെടുമ്പാശ്ശേരി.
ജലവൈദ്യുതി ഉൽപാദനത്തിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനമുള്ള ജില്ല ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുതി പദ്ധതി പള്ളിവാസൽ. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ്? മുതിരപ്പുഴ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർ ജോൺ പെന്നിക്വിക്ക്. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി 780 മെഗാവാട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ കമാന അണക്കെട്ട് ഇടുക്കി. ഏത് മലകൾക്കിടയിലാണ് ഇടുക്കി അണക്കെട്ട്? കുറവൻ കുറത്തി മലകൾ. ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം കാനഡ. ഇടുക്കി ജില്ലയിൽ എവിടെയാണ് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത്? രാമക്കൽമേട്. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുതി നിലയം മൂലമറ്റം. ഉൽപാദന ശേഷിയിൽ കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുതി പദ്ധതി ശബരിഗിരി. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുതി പദ്ധതി മണിയാർ. മൂഴിയാർ അണക്കെട്ട് എവിടെയാണ്? പത്തനംതിട്ട. കക്കാട് പദ്ധതി ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട. പഴശ്ശിസാഗർ മിനി വൈദ്യുതി പദ്ധതി ഏത് നദിയിലാണ്? വളപട്ടണം പുഴ. കേരളത്തിലെ രണ്ടാമത്തെയും മലബാറിലെ ആദ്യത്തെയും ഡീസൽ വൈദ്യുതി നിലയം നല്ലളം. കേരളത്തിലെ രണ്ടാമത്തെയും മലബാറിലെ ആദ്യത്തെയും ഡീസൽ വൈദ്യുതി നിലയം നള്ളളം. ഗതാഗത സംവിധാനങ്ങൾ. KSRTC നിലവിൽ വന്നത് 1965. കേരളത്തിൽ എത്ര ദേശീയപാതകളുണ്ട്? 11. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH 66. ഏറ്റവും നീളം കുറഞ്ഞ NH 966. കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് കോട്ടയം കുമളി റോഡ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെഗുലേറ്റർ കം ബ്രിഡ്ജുകളിലൊന്നായ ചമ്രവട്ടം പാലം ഏത് നദിയിലാണ്? ഭാരതപ്പുഴ. ചമ്രവട്ടം പാലം തിരൂരിനെയും പൊന്നാനിയെയും ബന്ധിപ്പിക്കുന്നു. കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന കരിപ്പൂർ ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ല. കപ്പൽ നിർമ്മാണത്തിൽ ISO 9001 അക്രഡിറ്റേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ സ്ഥാപനം കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഇന്ത്യയിലെ ആദ്യ സ്ഥാപനം. കൊച്ചിൻ ഷിപ്പ്യാർഡ് കമ്മീഷൻ ചെയ്ത വർഷം 1972 മാർച്ച് 29. കേരളത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ റൂട്ടിലോടുന്ന തീവണ്ടി ഗുവാഹട്ടി എക്സ്പ്രസ്. കേരളത്തിലെ റെയിൽവേ ഡിവിഷനുകൾ പാലക്കാട്, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ റെയിൽപാത ബേപ്പൂർ തിരൂർ 1861. തിരൂർ ബേപ്പൂർ റെയിൽവേ ലൈൻ 30 കിലോമീറ്റർ നിർമ്മിച്ച കമ്പനി മദ്രാസ് റെയിൽ കമ്പനി. കേരളത്തിലെ റെയിൽവേ സിറ്റി എന്നറിയപ്പെടുന്നത് ഷൊർണൂർ. 4 ദിശകളിൽ ഗതാഗതമുള്ള കേരളത്തിലെ ഏക റെയിൽവേ ജംഗ്ഷൻ ഷൊർണൂർ. കേരളത്തിലെ റെയിൽവേ ജംഗ്ഷനുകളിൽ ഏറ്റവും വലുത് ഷൊർണൂർ. കേരളത്തിലെ ആദ്യ മെട്രോ ട്രെയിൻ സർവീസ് കൊച്ചി മെട്രോ. റെയിൽവേ ലൈൻ ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഇടുക്കി, വയനാട്. പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ. കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ തീവണ്ടി അപകടം പെരുമൺ 1988 ജൂലൈ 8. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം കൊല്ലം. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ കൊല്ലം തിരുനെൽവേലി 1909. കേരളത്തിലെ വടക്കേ അറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ മഞ്ചേശ്വരം. ആഭ്യന്തര വിമാന സർവീസ് വഴി ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളുമായി ബന്ധിക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ നഗരം തിരുവനന്തപുരം 1935. ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം തിരുവനന്തപുരം. ഇനി നമുക്ക് കുറച്ച് കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളിലെ ഉള്ള ചോദ്യങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടുള്ളത് നോക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാട്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന കൃഷി പ്രദേശം കുട്ടനാട്. കേരളത്തിലെ പ്രധാന നെൽകൃഷി കാലങ്ങൾ വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച. ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിത്തിറക്കി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിളവെടുക്കുന്നത് വിരിപ്പുകാലം.
സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിത്തിറക്കി ഡിസംബർ ജാനുവരി മാസങ്ങളിൽ വിളവെടുക്കുന്നത് മുണ്ടകൻ കാലം. ഡിസംബർ ജാനുവരി മാസങ്ങളിൽ വിത്തിറക്കി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വിളവെടുക്കുന്നത് പുഞ്ചകൃഷി. ജൈവ കൃഷിക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഹരിത കേരളം മിഷൻ. ഹരിത കേരളം പദ്ധതി ആരംഭിച്ചത് 2016 ഡിസംബർ 8. ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ KJ യേശുദാസ്. മിൽമ സ്ഥാപിതമായ വർഷം 1980. മിൽമയുടെ മറ്റൊരു പേര് കേരള കോ ഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. ധവള വിപ്ലവത്തിന്റെ ഭാഗമായി ഏത് സംഘടനയുടെ നേതൃത്വത്തിലാണ് മിൽമ സ്ഥാപിതമായത്? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. മിൽമയുടെ ആപ്തവാക്യം കേരളം കണി കണ്ടുണരുന്ന നന്മ. കേരളത്തിൽ ആദ്യമായി മിൽക്ക് ATM നിലവിൽ വന്ന ജില്ല എറണാകുളം.